ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഉല്ലാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. എണീച്ച് നടക്കാൻ പോലും കഴിയാതെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ സത്യത്തിൽ കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം നമ്മുടെ ചുറ്റുപാടും മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകുന്നു എന്ന് ഉള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഉല്ലാസിന്റെ ജീവിതവും ഉല്ലാസിന്റെ ഭാര്യയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത്. ആ കാല് കണ്ടാൽ ഒരുപക്ഷെ നമുക്കൊരു സെക്കൻഡ് പോലും നോക്കി നിൽക്കാൻ കഴിയില്ല. ഈ മനുഷ്യനെ എടുത്തുകൊണ്ടാണ് ഈ ഭാര്യ ആശുപത്രികളിലും ഒക്കെ ഒറ്റയ്ക്ക് ഓടുന്നത്. സത്യത്തിൽ ഒരു വഴിയില്ല ഇവർക്ക് എന്നുള്ളതാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഇതേ വാർത്ത മലയാളി വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അധികാരികൾ ആരും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഒരു ജീവിതം വളരെ ദുരിതം പിടിച്ചതാണ്. സഹായിക്കാൻ ആരുമില്ല. ഭാര്യയും ഭർത്താവും മാത്രമാണ്. ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയില്ല. അവസ്ഥ കണ്ടല്ലോ. ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ ഇട്ടിട്ട് മറ്റ് ജോലിക്ക് പോകാൻ കഴിയില്ല. ഒരു വഴി നൽകാതെ സ്വന്തക്കാർ തന്നെ കാണിക്കുന്ന ക്രൂരത അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഈ വീട്ടിന്റെ ഉടമസ്ഥയോട് തന്നെ ചോദിക്കാം. ബീന എന്നാണ് പേര്. ഇതിനു മുന്നേ ഞങ്ങൾ വന്നു. സത്യത്തിൽ അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കാല് ഭയങ്കരമായ ദുരിതാവസ്ഥയിലാണ്. ഈ കാലം കൊണ്ട് പോവാനും വഴിയില്ല. ബന്ധുക്കൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. മക്കളില്ല നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ബാങ്കിൽ ലോണ് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. ഇത് വിറ്റിട്ട് പോവാൻ നിങ്ങൾക്ക് കഴിയില്ല. അവസ്ഥയൊക്കെ അങ്ങനെയാണ്. എന്താണ് ഇനി ഈ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ മരണമാണോ നിങ്ങളുടെ ഏക പോംവഴി എന്ന് പറയുന്നത്? അത്രയേ ഉള്ളൂ, മരണമാണ് നമ്മുടെ ഏക പോംവഴി. കാരണം അധികാരികൾ കണ്ണു തുറക്കണം. ഇതിന് വേണ്ടപ്പെട്ടവര് പിന്നെ ഇവിടെയുള്ള CPM നേതൃത്വത്തിലുള്ളവര് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് പലതും ചെയ്യാൻ പറ്റും. പിന്നെ MLA-ക്ക് ചെയ്യാൻ പറ്റും. MLA ചെയ്തിട്ടില്ല. MLA മാത്യു കൊൽനാടനാണ് ഇവിടുത്തെ MLA. ഞാൻ പല പ്രാവശ്യം വിളിച്ച MLA വരുവോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ RDOക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. RDO ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മാത്യു കൊൽനാടൻ MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് സുരേഷ് ഗോപിയെ പോലെ മറ്റൊരു നന്മയുള്ള മനുഷ്യൻ എന്നാണ്, നമ്മൾ മനുഷ്യസ്നേഹി എന്നാണ് കേട്ടിട്ടുള്ളത് മാത്യു കൊൽനാടനെ കുറിച്ച്. അദ്ദേഹമാണ് ഇവിടുത്തെ MLA. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാർ ഇതിന് വേണ്ട നടപടി താങ്കൾ സ്വീകരിക്കും. താങ്കളെ ഒരുപാട് പേർ താങ്കളുടെ നന്മയെ തിരിച്ചറിയുന്നുണ്ട്, താങ്കളുടെ ജനസേവനത്തെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, താങ്കൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഒരു താങ്ങാവാൻ, ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ താങ്കൾ ശ്രമിക്കുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. പിന്നെ CPM നേതൃത്വം എന്ന് പറയാൻ CPM-ന് മൊത്തം ഞാൻ പാർട്ടീനെ പറയുന്നില്ല. ഇവിടെയുള്ള നേതൃത്വങ്ങള് നമുക്ക് ഒരു അനുകൂലമായിട്ടൊരു ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇത്രയും വാർത്ത അവരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാ. പക്ഷെ അവരൊന്നും ഇതിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഇത്രയും ഒരു ദയനീയ അവസ്ഥയിലിരിക്കുന്ന വാർത്തയിലും ഒക്കെ വന്നതല്ലേ. അവരിവിടെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അവര് വന്നിട്ടില്ല. അവരിതിന് ഒരു നടപടി സ്വീകരിക്കാൻ നമ്മളോട് എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല പഞ്ചായത്ത് മെമ്പർ. എന്റെ ഭർത്താവ് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനും എല്ലാം നടന്ന വ്യക്തിയാണ്. ഈ ഇപ്പോഴും ഭർത്താവ് വോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം ഈ കാല് മേലാത്ത കാലം കൊണ്ട് പോയി വോട്ട് ചെയ്തു ഇതിനു മുമ്പ്. അന്ന് ഇത്രയില്ലായിരുന്നു പ്രശ്നം. ഇപ്പൊ എന്താണ് നിലവിലെ പ്രശ്നം? നിലവിലെ പ്രശ്നം നമുക്ക് മാന്യമായിട്ട് നമുക്ക് നമ്മുടെ വഴി അനുവദിച്ച് കിട്ടണം. ഒരു വണ്ടി വീട്ടിൽ വരണം. എനിക്ക് ഒരു ആംബുലൻസ് ആണെങ്കിൽ ഒരു ആംബുലൻസ് വന്നിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ അസുഖം വരുന്ന സമയത്ത് ആംബുലൻസ് കയറി വരണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഓടി എന്റെ വീഡിയോ പിടിക്കുക, ഫ്രണ്ടിലുള്ള ആള്, വഴി അടച്ചയാള്. പിന്നെ അവര് കഴിഞ്ഞ പ്രാവശ്യം പോലീസൊന്നും നമ്മളെ ഉപദ്രവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ചില പോലീസുകാർ വന്നിട്ട് നമുക്ക് തന്നെ ഇവിടെ നിങ്ങൾക്ക് വഴിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ കോടതി ഈ അവസ്ഥ കണ്ടിട്ട് കോടതി അല്ല, ഈ അവസ്ഥ ഒന്നും കാണുന്നില്ല. നമ്മൾ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി വീഡിയോ കാണിച്ചു കൊടുക്കുക, ഫോട്ടോ എടുത്തിട്ട്. വീട്ടിലൊന്ന് കയറി വന്ന് നോക്കാൻ പറഞ്ഞാൽ പോലീസ് നോക്കില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. നമ്മുടെ വീട്ടിൽ വന്ന് നോക്കാൻ പറഞ്ഞാൽ പോലീസ് നോക്കണ്ടേ? ഒരു രോഗിയുണ്ട് എന്ന് പറയുമ്പോൾ പോലീസിന് അതിന് ബാധ്യതയുണ്ട്. അത് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഇവിടെ വരുമോ, നമ്മളെ ഒരു മാന്യമായിട്ട് നമ്മളോട് ഇടപെടുവോ? മാന്യമായിട്ടൊന്നല്ല വേണ്ട, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പോലും അന്വേഷിക്കണ്ടേ? അത് മാനുഷിക പരിഗണനയില്ലേ? അതും ചെയ്യുന്നില്ല.
പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നെ കഷ്ടപ്പെടുത്തുന്ന 3 കുടുംബക്കാരാണ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. ഇപ്പൊ ആ ഫ്രണ്ടിലെ വീട്ടുകാരും അതിന്റെ ഇപ്പുറത്തുള്ള സ്വന്തം അനിയനെ ഇത്രയും നാളും ചേട്ടൻ ഇങ്ങനെ കിടന്നിട്ട് ആംബുലൻസ് ചേട്ടനെ കൊണ്ടുപോയിട്ട് പോലും പുള്ളി തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളെ ദ്രോഹിക്കുന്നുണ്ട്. അനിയനും ഭാര്യയും കൂടെയാണ്. ഭാര്യ എനിക്കിട്ട് ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്നത് ഭാര്യയാണ് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലൊരു വീട്ടുകാരുണ്ട്. അവരുമാണ് ഈ 3 കൂട്ടരുടെ ആൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. വേറെ ആരുമായിട്ട് ഇവിടെ യാതൊരു പ്രശ്നമില്ല. പിന്നെ സുരേഷ് ഗോപി സാറും പിന്നെ അതുപോലെ തന്നെ മന്ത്രി ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ അടുത്തൊന്നും ഇപ്പൊ നമ്മളെയൊന്നും അവർക്ക് പരിഗണിക്കാൻ സമയമില്ലായിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വാർത്തയൊക്കെ കൊടുത്താണല്ലോ അന്ന് പറഞ്ഞതാ മുഖ്യമന്ത്രി ഇടപെടണമെന്ന്. അവരാരും ഇടപെട്ടിട്ടില്ല. വേണ്ടപ്പെട്ട അധികാരികളെ RDO തൊട്ട് കളക്ടർ തൊട്ട് വില്ലേജ് ഓഫീസർ തൊട്ട് ഇതിനകത്തേക്ക് എല്ലാവരും വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ അത്രയും നീർന്നൊരു പ്രശ്നമാണ്. ചെറുതായിട്ട് കാണാൻ പറ്റില്ല അത്രയും പ്രശ്നം. അതുകൊണ്ട് സുരേഷ് ഗോപി സാർ ഇതിനകത്ത് ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര മനുഷ്യ സ്നേഹിയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി സാറിന്റെ അടുത്തേക്ക് എത്തട്ടെ. അതുപോലെ നല്ലവരായിട്ടുള്ള നേതാക്കന്മാരിലേക്കൊക്കെ ഇത് എത്തട്ടെ. ഞങ്ങളെ പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണട്ടെ എന്നാണ്. വേറെ ആരും സഹായത്തിനും ഇല്ല. വയസ്സായ അമ്മയുണ്ട്. അമ്മ ഇവിടെ കയറി വരും, മകനെ നോക്കാൻ കയറി വരും. പക്ഷെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ വയസ്സായത് 90, 86 വയസ്സങ്ങാണ്ട് അമ്മയ്ക്ക് കഴിഞ്ഞു. അമ്മ വരും പോകും. അമ്മ വരുന്നതിനും അമ്മായിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അനിയത്തി കിടന്ന് എന്നെ ചീത്ത വിളിക്കും. എന്നെ വിളിക്കുന്ന മച്ചിക്കാളി, പിന്നെ നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കും, നിന്നെ വെട്ടിക്കീറും, കുത്തിക്കീറും എന്നുള്ള രീതിയിൽ ചെറിയും ചീത്തയും വിളിക്കുന്നത്. പിന്നെ അപ്പുറത്തുള്ള ഒരു പല പ്രാവശ്യം ജോജോ എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. അതിനും ഒരു തീരുമാനം ഉണ്ടാകണം. അതിന് ഒരു സ്ത്രീയുടെ വീഡിയോ വന്ന് എടുക്കുന്നത് ശരിയല്ല. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ പിടിക്കുന്നത് ശരിയല്ല. എന്താ ഇവരുടെയൊക്കെ ആവശ്യം നമ്മൾ ഇവിടുന്ന് പോകണം. ഇത് മാത്രമാണ് ഇവിടുന്ന് ഇട്ടിട്ട് പോകണം. അതിനകത്ത് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ഒരു അനിയന് വേണ്ടിയിട്ട് ഈ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വഴക്കായിരുന്നു ഇവിടെ നിലവിൽ തുടങ്ങിയത്. അപ്പൊ പൈസ കൊടുത്തിട്ട് വഴി മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പുള്ളിക്ക് ഞങ്ങളെ ഓടിക്കണമെന്നൊരൊറ്റ നിർബന്ധമാണ്. അതിന് കുറെ പേരോട് ഇങ്ങനെ അനാവശ്യങ്ങൾ എന്നെ കുറിച്ച് മോശമായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഭർത്താവിനെ വെച്ച്, അതാണ് എനിക്ക് ഏറ്റവും വേദനിക്കുന്നത്. എന്റെ ഭർത്താവിനെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ കിടത്തിയിരിക്കുകയാണ് കാര്യം ശരിയാക്കാതെ. എന്റെ ഭർത്താവിനോട് നിങ്ങൾ ചോദിച്ചാലറിയാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ഞങ്ങൾ എവിടെയെല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ടെന്നറിയാം. ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി ഞാൻ. ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരാൾ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുമ്പോഴത്തേനും എത്ര കഷ്ടപ്പാടായിരിക്കും നമുക്ക്. ഹോസ്പിറ്റലിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വരണം, വെള്ളം തിളപ്പിച്ചുകൊണ്ട് പോകണം, ഭർത്താവിന് ആഹാരം കൊടുക്കണം, ഭർത്താവിന് ഇത്ര നാളെ എണീപ്പിച്ചിരുത്തി വേണം ആഹാരം കൊടുക്കാൻ. അതുപോലെ യൂറിൻ തൊട്ട് എടുത്ത് കളയേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ നാളുകൾ. അപ്പൊ ഒക്കെ ഞാനാ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയും എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പാലിയേറ്റീവ് എന്നൊരു സിസ്റ്റർ വന്നിട്ട് അവര് പറയാന്ന് പറഞ്ഞു, അയ്യോ ആ ഭാര്യ എത്ര ക്രൂരത ആ ഭർത്താവിനോട് ചെയ്യുന്ന, പുള്ളിയുടെ കാലൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടാകാതിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആര് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവനെ കണ്ടിട്ട് പോലില്ല അവര്. ഞാനിപ്പോ ആ സിസ്റ്ററിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കണ്ടിട്ട് നിലവിൽ ഈ വസ്തുവിലേക്ക് വഴി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിവിടെ വീട് വെച്ചതും ഈ വാഹനങ്ങളൊക്കെ വന്നതും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരുന്നത്. നിങ്ങൾ തന്നെ ഇപ്പം ഈ വഴി കൂടെ അല്ലേ വരുന്നത്, വേറൊരു വഴിയില്ല ഇവിടെ. പുറകുവശത്ത് എങ്ങും ഒരു വഴിയില്ല. അതെ 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 അതെ. അപ്പൊ നിലവിൽ വർഷങ്ങളായിട്ട്, അതായത് എന്റെ ഭർത്താവിന്റെ പാരമ്പര്യ സ്വത്താ ഇത്. അപ്പൊ പിന്നെ അച്ചാച്ചന്റെ അമ്മയുടെ പേര് ചീരയെന്നായിരുന്നു. അപ്പൊ അവര് തൊട്ടിവിടെ താമസിച്ചോണ്ടിരുന്ന. അപ്പൊ നിലവിൽ ഈ വഴി കൂടെ തന്നെ അവര് വന്നോണ്ടിരുന്നേ. അന്ന് പിന്നെ പാർട്ടീഷൻ ചെയ്ത് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വർഷങ്ങളായിട്ടുള്ള വഴിയേ ഇത്. നമ്മൾ വന്നപ്പോ തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ നമ്മളെ തടയുന്നത് ശരിയല്ല. വഴിയും വെള്ളവും. പിന്നെ അതെന്തെങ്കിലും കോംപ്രമൈസിലേക്ക് വന്നിട്ടാണെങ്കിലും അവര് വേണ്ടത് ചെയ്യുമല്ലേ വേണ്ട. അല്ലാതെ നമ്മളെ മാക്സിമം ഒരു വീട്ടുകാരെ അടച്ചിട്ടോണ്ട് പുറത്തേക്ക് കടക്കാൻ മേലാതെ ആക്കി കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അവർക്കും ഇത് അധികാരികൾ കണ്ടില്ല, അല്ലെങ്കിൽ അവർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എന്നോട് വന്നപ്പോഴേ പറഞ്ഞു ഞങ്ങൾ മരിക്കും, ഞങ്ങൾക്ക് ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാ തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ഈ വഴി ഇവര് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും ചെയ്യില്ല. അപ്പൊ അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോൺസൺ വടക്കേക്കുടി എന്ന് പറഞ്ഞാൽ ജോജോയെ, പിന്നെ സൈനു കൊച്ചുകുടിയിലെ ജിജി, പിന്നെ രാജു ഇത്രയും പേർക്ക് ഉത്തരവാദികളാണ്. അതെന്നു വെച്ചാൽ പരസ്യമായിട്ട് പറയാം, വേറെ ആരും അല്ല അതിനകത്ത് ഉത്തരവാദികൾ. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പ്യാർ പറമ്പിൽ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ ആ കലൂര് താമസിക്കുന്നത്. അയാൾക്ക് ഇവിടെ വന്ന് നമ്മളോട് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇവിടെ സ്ഥലമില്ല, അയാൾക്ക് വീടില്ല, ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു, രാവിലെ തൊട്ട് മദ്യപാനം ആ വണ്ടി കൊണ്ട് അവിടെ വന്നിരുന്നിട്ട്.
ഇനി നമുക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരാൾ വീടിന് മുമ്പ് വന്നിരുന്നിട്ട് പല പ്രാവശ്യം എന്റെ വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ചോദിക്കുമ്പോഴത്തേനും ഇപ്പം അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവരുമായിട്ട് നേരത്തെ പിണക്കം പറഞ്ഞു, ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പുള്ളി കംപ്ലൈന്റും കൊണ്ട് വന്ന. പക്ഷെ ഇപ്പം അവരുമായിട്ട് യോജിച്ചിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എന്താ വായിച്ചെടുക്കുന്നത്? നമ്മളെ ദ്രോഹിക്കാനായിട്ട് വന്നിരിക്കുന്നു. ഏറെ സത്യത്തിൽ മനുഷ്യൻ എത്രത്തോളം ക്രൂരനാവാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥയൊക്കെ കണ്ടതാണ്. ഇവർക്ക് മക്കളില്ല. ഒരു 90 വയസ്സായ ഒരു അമ്മ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ പൊക്കി കൈകൊണ്ടെടുത്ത് ആംബുലൻസിൽ കയറ്റിയാണ് ഇവിടുന്ന് കൊണ്ടുപോവേണ്ടത്. ആംബുലൻസ് പോലും വീട്ടിൽ വരാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞു വച്ചേക്കുകയാണ് ഇവരുടെ തന്നെ സ്വന്തക്കാരെന്ന് പറയുന്നത്. മാത്യു കുഴൽനാടൻ MLA-യും സുരേഷ് ഗോപിയും ഒക്കെ മനുഷ്യസ്നേഹികളായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. കാരണം ജനസേവനം എന്തെന്ന് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത വ്യക്തികളാണ് ഇവര്, നേതാക്കന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടണം. കാരണം ഈ മനുഷ്യൻ, ഈ കാല് വയ്യാത്ത മനുഷ്യൻ എണീച്ച് നടക്കാൻ കഴിയില്ല. ഈ നോക്കുന്നത് അത്രയും ഭാര്യയാണ്. ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇവർ മരിക്കും എന്ന് തന്നെയാണ്. മരണം മാത്രമേ ഇവരുടെ മുന്നിൽ ഒരു പോംവഴിയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുറെ ആദരാഞ്ജലികളും കുറെ വാഗ്ദാനങ്ങളും നൽകിയിട്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളും അപേക്ഷിക്കുകയാണ് നേതാക്കന്മാരോട്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. അത് ഉടനടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ MLA മാത്യു കുഴൽനാടൻ സാറിനോട് ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്, തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ മതിയാകും. ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ. കളക്ടർ സുരേഷ് ഗോപി സാർ